ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റുള്ള ദിവസമൊക്കെയാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് ഒരു കല്യാണത്തിന് പോവാണ്ട്. അപ്പം ഞാനും അമ്മയും കുറച്ച് ലേറ്റായിട്ടാണ് നീക്കുന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ചെറുപയറുമാണ്. അപ്പം ഞാൻ നീച്ച് വന്ന സമയത്ത് അമ്മ ചായ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ടുണ്ട്, പുണ്യ. അപ്പോൾ അവളിങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ്, അപ്പോൾ ആ കഥ പറഞ്ഞ ഇടയിലാണ് ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ നടത്തിയപ്പോൾ ഇപ്പോൾ ബാക്കി പണി കാണിച്ചു തരാം കേട്ടോ. പൂരിയും ചെറുപയറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പൂരീൻ്റെ കുഴയ്ക്കലും പരത്തലൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ നടത്തി. ചെറുപയർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പരത്തിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനും പുണ്യം കൂടി ഭയങ്കര കത്തിയായിപ്പോയി. അപ്പോൾ ഞാൻ നിർത്താൻ തോന്നിയില്ല. പൂരിക്ക് വേണ്ടി പരത്തി വെച്ചതാണ്. ഇനി പൂരി റെഡിയാക്കാം. ചെറുപയർ വെച്ചിട്ടുണ്ട്. പൂരി ഉണ്ടാക്കി തുടങ്ങാം. പൂരി നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പോലും പൂരി ഞാൻ അങ്ങനെ അത്ര പ്രിഫറൻസിൽ വെക്കാറില്ല. കാരണം എനിക്കെപ്പോഴും പൂരി കഴിക്കുമ്പോൾ ഭയങ്കര ഓയിലി ആയതുകൊണ്ട് എനിക്കെപ്പോഴും ഒരു മത്ത് പിടിച്ച ഫീലിംഗ് ആണ് തോന്നാറ്. പക്ഷെ കഴിക്കുമ്പോൾ നല്ല കഴിക്കും ചെയ്യും. പണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്ത് പൂരി വേണ്ട, ചപ്പാത്തി വേണം എന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ പിടിക്കുന്നു. ഇപ്പം ഞാനായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പൂരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഏതായാലും കഴിക്കും. എൻ്റെ പൂരി റെഡിയായി. നല്ല സോഫ്റ്റ് പൂരിയാണ്. പൂരിയുടെ പരിവം കാണിച്ചത്. അപ്പോൾ ഈ പൂരീൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഒരു പൂരി നല്ല സോഫ്റ്റ് പൂരിയാണ്. ഞാൻ കാര്യമായിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ടൊരു പൂരിയാണ്. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ കല്യാണം ഡേ. ഞാൻ മോയ്സ്ചറൈസറും അതേപോലെ സൺസ്ക്രീനും ആദ്യം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദൈവം കുറച്ച് സ്നേഹത്തോടെ തന്ന കുറച്ച് മാർക്കുകളുണ്ട് മുഖത്ത്. അതൊക്കെ ഒന്ന് കവർ ചെയ്യട്ടെ. പിന്നെ ഒരു സ്ട്രെസ്സും ഇല്ലെങ്കിലും ഡാർക്ക് സർക്കിൾസ് വേറെയും. അപ്പോൾ അതൊക്കെ കൺസീൽ ചെയ്ത ശേഷം ഇനി അടുത്തത് അമല പോൾ പറഞ്ഞ പോലെ ഈവൻ ടോൺ ആവണം. അതിനുവേണ്ടി ഉപയോഗിക്കൂ ചന്ദ്രിക. ഇവിടെ നമുക്ക് ചന്ദ്രിക ഒന്നും ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. നല്ല രീതിയിൽ അങ്ങോട്ട് ബേസ് സെറ്റ് ആവട്ടെ. ഇനി മേക്കപ്പ് ബ്ലെൻഡറിനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന ശേഷം ആകെ മൊത്തം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കാം. ഇനി നമുക്ക് കണ്ണെഴുതിയാലോ? ഇതൊരു സാമ്പിൾ കണ്ണെഴുത്ത് മാത്രമാണ്, ബാക്കി പിന്നാലെ വരുന്നുണ്ട്. ഈ ഐ ഷാഡോ ഇടുന്നത് വെറും ഷോയ്ക്കാണ്. കാരണം കാര്യമായിട്ടിത് കാണൂല്ല, പക്ഷേ മനസ്സിനൊരു സംതൃപ്തിയും കിട്ടും. ഇനിയാണ് കണ്ണെഴുതാൻ പോണത്. ഇതെന്താവും പോലും അറിയില്ല. ഇതാണ് യഥാർത്ഥ നാണുമ്മേക്കളി. പക്ഷേ സെറ്റായിട്ടോ. ഇനി ക്യൂട്ടാവാൻ നമ്മൾ വേറെ എവിടെയും പോകണ്ട. കുറച്ച് ബ്ലഷ് വാങ്ങുക, വാരിപ്പൂശുക. ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു മേഖല തന്നെയാണ് ഈ ഐബ്രോ ഷേപ്പ് ചെയ്തെടുക്കുക എന്ന്. പഠിച്ച് പാലറ്റും കഴിഞ്ഞ് അവസാനം ഞാൻ കഴിവ് തെളിയിച്ചു. തലേനേക്കാളും മുടി പിരികത്തുണ്ടായതുകൊണ്ട് അത് ഈർന്ന് റെഡിയാക്കട്ടെ. ഞാനടക്കമുള്ള പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മറന്നാൽ പോലും ലിപ്സ്റ്റിക് ഇടാൻ മറക്കൂല. പണ്ട് ഒരു കളറാണെങ്കിൽ ഇപ്പോൾ ഒരു കളറിൽ അത് നിൽക്കുന്നില്ല. 1, 2, 3, 4 ഇട്ട് സെറ്റ് ചെയ്താലും വിചാരിച്ച കളർ കിട്ടൂല്ല. മനസ്സിലുള്ള കളർ അതേതാന്ന് പറഞ്ഞു തരാൻ അറിയൂല്ല. മസ്കാര കഴിഞ്ഞതാണെങ്കിൽ പോലും ഈ ബ്രഷ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയില്ലെങ്കിൽ മനസ്സിനൊരു സംതൃപ്തി കിട്ടുകയില്ല. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെയാണ് ഓർമ്മ വരിക. കാരണം പണ്ട് അമ്മ ഇത് വെച്ച് ഞങ്ങളെ മുഖത്ത് കുറേ പരീക്ഷണം നടത്തിയതാണ്. അപ്പം നിങ്ങളിപ്പോൾ ഇടുന്നതല്ല പൊട്ട്, പണ്ടത്തെ പൊട്ടാണ് പൊട്ട് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ നമുക്കല്ലേ അറിയൂ. അങ്ങനെ കമ്മൽ സെലക്ട് ചെയ്തു, മാല സെലക്ട് ചെയ്തു, പിന്നെ വള സെലക്ട് ചെയ്തു, വാച്ചിട്ടു, ഷോളും വിരിച്ചു, കുളൂസാക്കാൻ പുതിയ ചെരുപ്പും, അതും രാജസ്ഥാനിന്ന്. മുടി പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു മെന വരുന്നില്ല. അപ്പോൾ കല്യാണത്തിന് പോയി വരെ. അങ്ങനെ ഞാനും അമ്മയും കല്യാണത്തിന് ഇറങ്ങി. ഞങ്ങൾ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക ഓട്ടോ ആണ്. കാരണം ഹരിയേട്ടല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ പറമ്പത്ത് നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വരണം. അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് അവരെത്തുകയാണ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഓട്ടോ എത്തി. ഞങ്ങൾ ഈ പോണ വഴി നല്ല ഭംഗിയാണ്. കറക്റ്റ് പാവേൽ ചീപ്പ് എന്ന് പറയും.
ഞങ്ങൾ കറക്റ്റ് അത്തോളി പോണ റൂട്ടാണ് കോഴിക്കോട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭയങ്കര പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലം കാണുന്നുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് വന്ന് നോക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ പോയി ഞങ്ങൾ ബസ് കയറാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളെ പറമ്പത്ത് അങ്ങാടി. എല്ലാ സാധനവും കിട്ടും എന്നൊക്കെയാണ് ഹരിയേട്ടൻ പറയുന്നത്. അപ്പം ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറ് ഞങ്ങളെ നാടാണ് മെയിൻ എന്നൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി സീറ്റൊക്കെ കിട്ടി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ കല്യാണം വരുന്നത് ആശീർവാദ് ലോൺസിലാണ്, എരിഞ്ഞിപ്പാലം. ഇത്ര നേരം എന്തൊക്കെയോ കഥ പറയല്ലാതെ കല്യാണം ആരതാന്ന് അറിഞ്ഞില്ലല്ലോ. കല്യാണം ഹരിയേട്ടൻ്റെ ഫ്രണ്ടായ എമിൻ്റെയാണ്. അതേപോലെ ഈ എമിൻ എൻ്റെ ജൂനിയറായിട്ട് KVയിൽ പഠിച്ചതുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ക്ലോസ് ആയിട്ട് അറിയുന്ന ആളും ആയതുകൊണ്ട് തന്നെ ഹരിയേട്ടൻ സ്ഥലത്തും ഇല്ല. അപ്പോൾ ഞാനും അമ്മയും കൂടി പോയതാണ് കേട്ടോ കല്യാണത്തിന്. അങ്ങനെ അവരെ വിഷ് ചെയ്ത ശേഷം ഞാൻ പുറത്തിറങ്ങി. അപ്പോഴാണ് ഇവരെ കണ്ടത്. ഇവർ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സാണ്, അതേപോലെ ഹരിയേട്ടൻ്റെ ഫ്രണ്ട്സാണ്. ഇതിൽ കുറച്ച് പേര് എൻ്റെ കൂടെ പഠിച്ചതും കൂടിയാണ് KVയിൽ. അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സ് എന്നും കൂടി പറയാൻ കാരണം. അങ്ങനെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ ശേഷം ഞാനും അമ്മയും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി. അടിപൊളി സദ്യയായിരുന്നു. സദ്യ പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് പിന്നെ കാരപ്പറമ്പ് പോയി ബസ് കയറി വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.